നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സമൂഹത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. ചമ്പുകൾ മറവിൽ അഭയം തരും. ചമ്പുകൾ മറവിൽ അഭയം തരും. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. ആത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. കരുതിടുമ്പോൾ തുണയായാലുമില്ലെങ്കിലോ, നീ കരുതിടുമ്പോൾ തുണയായാലുമില്ലെങ്കിലോ, തലയിണയായി കൽമാത്രമെന്നെന്നുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. തലയിണയായി കൽമാത്രമെന്നെന്നുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, എന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. ആത്മബലം എനിക്കാനന്ദമേ. ആത്മബലം എനിക്കാനന്ദമേ. ഹല്ലേലൂയ. ഒരു വരിയുടെ അർത്ഥം മാത്രം പറഞ്ഞു തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ വീട് വിട്ട് ഇറങ്ങി ഓടേണ്ട ഒരു സാഹചര്യം വന്നു. അന്ന് ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ മരുഭൂമി, ഒറ്റപ്പെട്ട സ്ഥലത്ത് ആരുമില്ലാത്തത് രാത്രിയിൽ കിടക്കാൻ നേരത്തെ ഒരു തലയണ പോലും ഇല്ല. കല്ല് തലയണായി വെച്ച് തലയണ കുഞ്ഞുങ്ങൾക്ക് കല്ലെടുത്ത് വെച്ച് അപ്പോൾ കിടക്കാം. ആരുമില്ല. ഇഴജന്തുക്കൾ കാണാം, വന്യമൃഗങ്ങൾ കാണാം, ദുഷ്ടന്മാർ കാണാം. സ്വന്തമായിട്ട് ആരും ആക്രമില്ല. അപ്പോൾ വീട് ഓടിപ്പോയ അവസ്ഥയാണ്. പക്ഷെ ഞങ്ങൾ വായിക്കുന്നത് ഗോവേണിയിൽ കൂടി സ്വർഗത്തിൽ സൂതന്മാർ രാത്രി ഇതാണ് നമ്മുടെ ദൈവം. ഒന്ന് ഒരു മൃഗം വന്ന് ആക്രമിക്കാൻ വന്ന നിലവിളിച്ചാൽ പോലും സഹായത്തിന് ആരുമില്ല. കള്ളന്മാർ വന്ന് ആക്രമിച്ചാൽ നിലവിളിച്ച സഹായത്തിന് ആരുമില്ല. ഇഴജന്തുക്കൾ വന്ന് ആക്രമിക്കാൻ വന്ന സഹായത്തിന് ആരുമില്ല. പക്ഷെ തെറ്റിപ്പോയി. യാക്കോബ് ഒരു ദൈവവൈതനാകിയാൽ സ്വർഗം തുറന്ന് ദൈവം തന്റെ ദൂതന്മാരെ താഴേക്ക് അയച്ചു. നമ്മുടെ പ്രത്യേകത. നമുക്ക് ആരും ഇല്ലെന്ന് വന്നാലും ദൈവം നമുക്ക് വേണ്ടി ഇന്ന് പകൽ സാക്ഷ്യത്തിലൂടെ ഓരോരോ അനുഭവങ്ങളൊക്കെ ഓരോരുത്തരായി പറഞ്ഞു.
എല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിലേക്ക്. പ്രിയ മക്കളും അമ്മ അവർ ഗൾഫിൽ പോകാനുള്ള ആഗ്രഹങ്ങളെ പറഞ്ഞു. ഞാനും മനുഷ്യർക്ക് ചിന്തിച്ചു, നോർത്ത് ഇന്ത്യയിലെ കുട്ടികളൊക്കെ അവിടെ വരുമ്പോൾ അവർ കൂടുതൽ ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്യുന്നത് അത് പ്രയോജനപ്പെടും. സത്യത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്കുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നത്. വേഗത്തിൽ ഇംഗ്ലീഷ് പഠിക്കുക, ഹിന്ദി പഠിക്കുക, പല മറ്റുള്ള സ്റ്റേറ്റിൽ ആൾക്കാർ വന്നാലും ഗുണം അതാണ്. അവരെന്നും നമ്മുടെ കാര്യങ്ങളൊക്കെ തുറക്കട്ടെ. അത് മാത്രമല്ല നിങ്ങളെ ഇവരുടെ ഉടമസ്ഥന് അവരോട് അവർ കരുതലൊക്കെ അതൊക്കെ ദൈവം ഒരുക്കുന്നതാണ്. സ്തോത്രം. ഏത് കാലം വരെ അത് ലഭിക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആവശ്യമാകുന്ന കാലത്തോളം അതുണ്ടാവും. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ആൻറ്റിയോ ആസ്റ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ സഹായിക്കാൻ ശക്തീകരിക്കാനായി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിൽ അനുഗ്രഹത്തെ പകരുക. നമ്മളെല്ലാവരും കർത്താവിനെ പരിശുദ്ധനായ ദൈവമേ ഇന്ന് പകൽ സാക്ഷ്യത്തിലൂടെ ഓരോ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവെ അവർക്ക് സ്ഥലത്ത് തന്നെ താമസിക്കാനുള്ള വഴി ദൈവം അവർക്ക് വേണ്ടി തുറന്നതിനായി സ്തോത്രം. വാടകയില്ലാതെ ഒരു ക്രമീകരണം ദൈവം ചെയ്തതിനായി സ്തോത്രം. അപ്പ അവരുടെ ആവശ്യങ്ങളിൽ ബുദ്ധിമുട്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തുന്നല്ലോ ഒരു സമൃദ്ധി വെളിപ്പെടട്ടെ ചെയ്യണമേ. അതുപോലെ വിദേശത്ത് പോകുന്ന ആഗ്രഹത്തോടെയാണ് അവരായിരിക്കുന്നത്. കർത്താവ് ആ സ്ഥാപനത്തിൽ ചെന്നത് ഒരുപക്ഷെ ആ വിദേശത്തേക്ക് പോകുമ്പോൾ അവർ കൈകാര്യം ചെയ്യുന്ന ഭാഷ മറ്റിതര കാര്യങ്ങൾക്കൊക്കെയുള്ള എക്സ്പീരിയൻസിന് വേണ്ടി ആയിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ജ്ഞാനത്തോടെ കർത്താവ് നിറയ്ക്കണമേ, ദൈവിക കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളെ കർത്താവെ സ്തോത്ര സ്ഥാപന ഉടമസ്ഥരും അവിടെ വരുന്നവർക്കൊക്കെ അവരോട് കൃപ തോന്നട്ടെ, അവരൊരു ആശ്വാസമായി തീരട്ടെ. അതിനായി ദൈവം സഹായിക്കണമെന്ന് പ്രിയ മക്കളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പ്രിയ അമ്മേ സഹോദരനെ ചേട്ടനെ അമ്മേ പ്രജീഷനായി പ്രാർത്ഥിക്കുന്നു. അമ്മേ ആ മകൻ കർത്താവ് ഒറ്റപ്പെട്ട അനുഭവത്തിൽ നിന്ന് കർത്താവിൽ വന്ന് യാക്കോബ് ഒറ്റപ്പെട്ടെടുത്ത് അമ്മേ ദൂതന്മാരെ ദൈവം അയച്ചതുപോലെ ആ മകനും അമ്മേ ദൈവത്തിന്റെ അനുഭവം ഉണ്ടാകുവാൻ ദൈവകൃപാനുഭവം കർത്താവ് സഹായിക്കണമേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾ അവകാശം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകല്ലേ. പാരമ്പര്യമുള്ള നടപ്പിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തിൽ അവരും ഉൾപ്പെടേണ്ട കർത്താവേ. നിങ്ങളുടെ മാതാപിതാക്കൾ രണ്ടുപേരുടെ മാതാപിതാക്കളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ കൃപയ്ക്കകത്ത് വരുവാൻ കർത്താവ് സഹായിക്കണം. നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലായപ്പോൾ കർത്താവ് സഹായിച്ചല്ലോ. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധിയിലും കർത്താവിന് കൃപ പകരണമേ. സ്വന്തമായ ഒരു ഭവനം അവർക്ക് വേണ്ടി ഒരുക്കാനായി സ്തോത്രം ചെയ്യുന്നു. ആവശ്യത്തിന് കൂടെ ഇരിക്കണമേ, അനുഗ്രഹത്തോടെ നയിക്കണം. കുഞ്ഞുങ്ങളെ ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കടദാസിനെ കർത്താവ് ബലപ്പെടുത്തുന്നത് ദൈവികമായ ആദരവ് പകർന്നു കർത്താവിനെ ഉപയോഗിക്കണമേ. ആവശ്യമായത് കർത്താവ് നൽകിയിട്ടുള്ള ആവശ്യമായ ശക്തിയും കൃപയും പകരണമേ. നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് അവരോട് ചെയ്യണം. പ്രാർത്ഥന കണ്ട കൃപക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു പകൽ ദിവസം ഇങ്ങനെ ഞങ്ങളുടെ കുടുംബമായിരിക്കാൻ കർത്താവ് നൽകിയ കൃപയോർത്ത് സാവകാശോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ 2023 വർഷം നവംബർ മാസത്തിലെ 12 ദിവസം കർത്താവിന് സഭായോഗമായി ചുരുക്കം ജനമായി നമുക്ക് കൂടുവാൻ കർത്താവ് കൃപയും കരുണയും കാണിച്ചല്ലോ. നമുക്കെല്ലാവർക്കും കർത്താവ് നൽകിയ ആയുസ്സും ആരോഗ്യത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇവിടെ ആയിരിക്കുന്ന പാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു, വന്ന കുടുംബത്തിനായി സ്തോത്രം. എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞ ഒരാഴ്ചയും നമ്മളെ വഹിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ രാത്രിയിലും സർവശക്തനായ ദൈവം ഉറങ്ങാതെ, ബൈബിൾ പറയുന്നത് ഉറങ്ങാതെ മയങ്ങാതെ സ്തോത്രം ക്ഷീണമില്ലാതെ ദൈവം നമുക്ക് തൻ്റെ മക്കളായ നമുക്ക് നല്ല സ്വസ്ഥമ ഉറക്കം തരാൻ വേണ്ടി കർത്താവ് മയങ്ങാത്തവനായി നമ്മൾ സൃഷ്ടിച്ച ദൈവം ഉറങ്ങാതെ മയങ്ങാതെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ഇന്ന് പ്രഭാതം എണീറ്റ് സ്തോത്രം വചനത്തിൽ പൗലോസ് പലയിടങ്ങളായിട്ട് പറയുന്ന പോലെ ആ സ്വർഗീയ വിളിയാൽ, പരമ വിളിയാൽ, വിശുദ്ധ വിളിയാൽ നമ്മളെ വിളിച്ച് ഉണർത്തിയത് അലാം അടിച്ചിട്ടല്ല, ഭാര്യയെ വിളിച്ചത് ഭർത്താവ് വിളിച്ചുകൊണ്ടല്ല. അത് ഒരു കാരണം. പക്ഷേ അതിനുവേണ്ടി ദൈവമാണ് നമ്മോട് ഇഷ്ടം തോന്നി നമുക്ക് ഒരു ദിവസം കൂടി ആയുസ് തന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നത്.
ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യനും അന്തിനുമായ ആൽഫയും ഒമേഗയായ ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, സ്വതം ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിന് താവേ സ്വതം ഈ ഉച്ചയായ സമയത്തിനായി ഞങ്ങൾ വീണ്ടും അങ്ങേ സ്തുതിക്കുന്ന സ്വതം ചെയ്യുന്ന അപ്പോൾ ആ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും ദൈവകൃപ അനുഭവിപ്പാൻ സഹായിച്ചത്, ആത്മശക്തി അനുഭവിപ്പാൻ സഹായിച്ചതെന്ന് അതാവത് ഓർക്കുമ്പോൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പോൾ സ്വതം ചെയ്യുന്ന അങ്ങേ പാടി സ്തുതിക്കുവാൻ സഹായിച്ചു ഞങ്ങളെ അതാവ് കഴിഞ്ഞ ഒരാഴ്ച കർത്താവ് നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ടും അങ്ങേക്ക് ദൈവം പൂർണ്ണ മഹത്വം കരയേറ്റവും കർത്താവ് സഹായിച്ചല്ലോ. അല്പമായി ഞങ്ങളെ സാക്ഷികൾ പ്രസ്താവിപ്പാൻ സഹായിച്ചു. അതാവേ സകല ഉപരിയായ ഞങ്ങളുടെ ജീവന വചനം കഴിഞ്ഞ താവേശത് 1 മണിക്കൂറോളം കേൾപ്പാൻ ഞങ്ങളുടെ ദാസ് നിമിത്തം അതാ മുഖാന്തരം കേൾപ്പാൻ ഞങ്ങളുടെ ദാസ്യന്മാർ നിമിത്തമായി കേൾപ്പാനൊക്കെ അത് പങ്കുവെക്കുവാൻ കർത്താവ് സഹായിക്കായി സ്തോത്രം. ആ പ്രബോധനങ്ങൾ ആ വചനങ്ങളെല്ലാം അതാവ് ഞങ്ങളെ ജീവിപ്പിക്കുന്ന വചനമാകിയ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് അവ പ്രമാണിക്കാൻ വേണ്ടിയാണല്ലോ കേൾപ്പിച്ചത്. അത് പ്രമാണിക്കുന്നതിനായി തിരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവേ ഹല്ലേലൂയ. വീണ്ടും അല്പസമയം കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി ബലമായി സൗഖ്യമായി ജയമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങത്താവ് ജയത്തിന് ദൈവമാണല്ലോ. അങ്ങ് സകലത്തെയും ജയിച്ചനാകിയ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു ഇന്ന് പകലും ഞങ്ങളുടെ മധ്യേ ഞങ്ങളെ താവേ സ്വതം അല്പജനം മാത്രമുള്ള 8 പേര് മാത്രമുള്ള എങ്കിലും താവ് അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ താവേ സാമീപ്യം അങ്ങയുടെ താവേ ജീവൻ അതാവ് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ മധ്യേ ഉള്ളതായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. 2 3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നവർക്കെയും ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് കർത്താവിന് വാഗ്ദത്ത വചനം ഇന്ന് പകലും അനുഭവിപ്പാൻ ഞങ്ങളോട് കർത്താവ് കരുണാഴ്ചനായി സ്തോത്രം ചെയ്യുന്നു. അതാവേ സ്വതം പ്രാർത്ഥനായി സ്തുതിക്കാൻ അനുഗ്രഹിച്ചനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സ്തോത്രം. കർത്താവ് അനേകം സ്വതം ആരോ പ്രാർത്ഥിച്ചു മറന്നുപോയി, സൗരിമാരോ പ്രാർത്ഥിച്ചു പോയ അനേക കൂട്ടങ്ങളുടെ ഇടയിൽ നമ്മൾ ചെറിയ കൂട്ടമായി 8 പേരെ ഉള്ളൂ. സ്വത്രം. നോയുടെ കൂടെ 8 പേരെ പടകൾ ഉണ്ടായിരുന്നുള്ളൂ. സ്വത്രം. 8 പേർ രക്ഷ പ്രാപിച്ചു. നമ്മൾ 8 പേർ മാത്രമല്ല പറയാം. 8 പേർ നല്ല ദൈവസനിയിൽ എല്ലാം ദൈവത്തിന് നല്ല കാര്യങ്ങളാണ്, നല്ല ഗുണങ്ങളാണ്. പക്ഷേ ബൈബിൾ പണ്ഡിതാക്കന്മാർ പറയുന്ന 8 7 8 നല്ല അക്കങ്ങളാണ്. സ്വത്രം. 12 നല്ല അക്കം. 12 ഇസ്രായേൽ ഗോത്രങ്ങളുണ്ട്. 12 കർത്താവിൻ്റെ ശിഷ്യന്മാർ 12 പേര്. അങ്ങനെ 12-ാം തീയതി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ 8 പേർക്ക് കൂടാൻ കർത്താവ് നൽകിയ സാവകാശം ഓർത്ത് കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്വത്രം. ഹല്ലേലൂയ. കർത്താവ് കഴിഞ്ഞ ഒരു ആഴ്ച വീണ്ടും നമ്മളെ അത്ഭുതമായി ബൈബിൾ പറയുന്ന പോലെ നമ്മൾ ഉള്ളംകൈയിൽ കർത്താവായ യേശു വഹിച്ചു. സർവശക്തനായ ദൈവം നമ്മളെ ഉള്ളംകൈയിൽ വഹിച്ചു. സ്തോത്രം. എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആപത്തും അനർത്ഥങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ വണ്ടി ഓടിച്ചു പോയപ്പോൾ ഇങ്ങോട്ട് വണ്ടി ഇടിക്കുന്ന അനുഭവങ്ങൾ എന്നുള്ളൂ. സ്തോത്രം. അത് മാത്രമല്ല നമുക്കറിയില്ല എപ്പോഴാണ് ഒരുത്തൻ വന്ന് വേണ്ട ഒരു പട്ടി നായ ഒന്ന് കുറുകെ ചാടിയാൽ വണ്ടി ഇടിക്കും, വണ്ടി തെന്നി പോകുന്ന അനുഭവങ്ങൾ. പക്ഷേ അവിടെ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിച്ച് ഇന്ന് പകൽ ഇത്രത്തോളം ആരോഗ്യത്തോടെ കൊണ്ടുവന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇവിടെ അയക്കുന്ന പ്രേംപാസനായ മീരാൻഡിക്കായി സ്തോത്രം ചെയ്യുന്ന പോളിനും ജോഷിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇത്രത്തോളം അവരെ സഹായിച്ചു. ചില നാളുകൾ നമ്മുടെ കണ്ണുനീര് ദൈവത്തിന് ആവശ്യമാണ്. സ്തോത്രം. ഞാൻ വെള്ളിയാഴ്ച പോയ സഭയിൽ അവിടെ തൃശ്ശൂരിലും അവിടെ പ്രസംഗിച്ചപ്പോൾ ദൈവാത്മാവ് ഓർപ്പിച്ചൊരു കാര്യമാണ്. കർത്താവിന് യേശുക്രിസ്തുവിന് തനിക്ക് വേണ്ടി തൻ്റെ ജനത്തിന് വേണ്ടി ഒരു ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരു മനുഷ്യന് വേണം. ചിലപ്പോൾ ഒരു മനുഷ്യനായിരിക്കും, ചിലപ്പോൾ ഒരു കുടുംബമായിരിക്കും, ചിലപ്പോൾ ഒരു സഭയായിരിക്കും, ചിലപ്പോൾ അല്ല ആണ്. ഒരു മനുഷ്യനെ വേണം കർത്താവിന്. സ്വന്തം ദൈവത്തിന് ഒരു കുടുംബത്തെ വേണം, ഒരു സഭയെ വേണം. ഈ പുതിയ കാലഘട്ടത്തിൽ 2000 വർഷമായിട്ട് യേശു തന്നെ സഭ ആരംഭിച്ച സമയം മുതൽ ഇന്ന് വരെ ഒരു എടുത്ത് ഈ വെച്ചൂരിൽ കർത്താവ് ഒരു സഭയെ നോക്കിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടി? ഇടിവിൽ നിൽക്കാൻ, യേശു ക്രിസ്തുവിന് വേണ്ടി, അത് കരയുവാൻ, ദൈവത്തിന് വേണ്ടി നമ്മൾ കരയുന്ന ഒരു അനുഭവം. അത് വലിയൊരു സൗഭാഗ്യമാകുന്നു. നമുക്ക് ലഭിക്കുന്ന മറ്റുള്ള പണങ്ങളും ഈ ലോകത്തെ ആർഭാടത്തിനാൽ കൂടുതലും സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു മനുഷ്യനായി തീരാന്ന് പറഞ്ഞ എളുപ്പകാര്യം അല്ല. സ്തോത്രം. അതിന് ആരൊക്കെ ഭയക്കും? മനുഷ്യൻ ഭയക്കും, പിശാച് ഭയക്കും. ദൈവം നമ്മളെ ആദരിക്കുകയും ചെയ്യും. സ്തോത്രം. അതോർത്ത് സ്തോത്രം ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും സമയം ദൈവവചനം കേൾപ്പാൻ കർത്താവ് സാവകാശം ഒരിക്കലും വേഗത്തിൽ 1 കാര്യം വേഗത്തിൽ ഓർപ്പിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായ 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം. ശുശ്രൂഷയുടെ ഒരു തുടക്കത്തിന് വേണ്ടി 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം. അപ്പോസ്തലൻ പത്രോസ് പറയുന്നു, അതിനായി അതിനായിട്ടല്ലോ നിങ്ങളെ 2-ന്റെ അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു,
ക്രിസ്തുവും ആര് സർവശക്തനായ ദൈവം, ദൈവത്തിന് പുത്രനായവൻ, ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യനായി വിളങ്ങി, അല്ലെങ്കിൽ മനുഷ്യനായി സാദൃശ്യം ആയവൻ, ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടിയല്ല കഷ്ടം അനുഭവിച്ചത്, പിന്നെന്താ നമുക്ക് വേണ്ടി. നേരത്തെ അത് പറഞ്ഞു. അത് തന്നെ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശു തൻ്റെ ക്രിയ ചെയ്തു കഴിഞ്ഞു, തൻ്റെ കാര്യം ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? കർമ്മങ്ങൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട, ഒരേ ഒരു കാര്യം, വിശ്വാസം. സ്തോത്രം. വിശ്വാസത്താലാണ് നമ്മൾക്ക് ഈ ക്രിസ്തീയ ജീവിതം അത് നമുക്ക് സ്വായത്തമായി, അല്ലെങ്കിൽ നമുക്ക് അത് അംഗീകരിക്കാൻ, നമുക്ക് ദൈവത്തിന് മുദ്ര ഇടുന്ന എന്താ? വിശ്വാസം മാത്രം. ഒരു മെഴുകുതിരി പോലും വേണ്ട, ഒരു നയപ്പൈസ പോലും ചിലവാക്കേണ്ട, എവിടെയും പോകേണ്ട. സ്വന്തം നമ്മുടെ ഭവനത്തിൽ കേൾക്കുന്ന വചനം എനിക്ക് വിശ്വാസമായി തീർന്നാൽ അങ്ങനെയാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം. രക്ഷ പ്രാപിച്ചാൽ മതി. യേശു ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി എന്ന് 2 കൊരിന്ത്യർ 7:15 പറയുന്നു. സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അതാണ് പുതിയതായി ജനിക്കണമെന്ന് പറയുന്നത്. എങ്ങനെയാണ് ജനിക്കുന്നത്? ഒരാൾ യേശുവിനോട് ചോദിച്ചു, ഒരു വലിയ പണ്ഡിതാവ് ചോദിച്ചു, ഞാനിങ്ങനെ വീണ്ടും എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറണോ? രണ്ടാമത് ജനിക്കണമെങ്കിൽ അങ്ങനെയല്ല പറ്റുള്ളൂ. സ്തോത്രം. അപ്പോൾ യേശു പറഞ്ഞ അല്ല, അങ്ങനെ, അത് മനുഷ്യൻ്റെ ചിന്ത. പക്ഷേ നീ ജനിക്കേണ്ടത് ആത്മാവിലാകുന്നു. സ്തോത്രം. കാരണം യേശു വന്നത് ആത്മാവിലാണ്. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവ് വന്ന് യേശു താൻ തന്നെ പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അതുകൊണ്ട് ആർക്കും അവനെ കാണാൻ സാധിക്കില്ല, സാധിച്ചിട്ടില്ല, ഇനി കാണുമില്ല. പിന്നെ എപ്പോഴാണ് കാണാൻ പോകുന്നത്? നമ്മൾ അവിടെ പോകുമ്പോൾ. നമ്മൾ അവിടെ സ്വർഗത്തിൽ പോകുമ്പോൾ മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കില്ല. അതിന് മുമ്പേ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നത് കേട്ടില്ല, ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല. സ്തോത്രം. ബൈബിൾ വ്യക്തമായി പറയും, യേശു അതിനു വേണ്ടി വന്നിട്ടുമില്ല. യേശു ആരെ കാണിക്കാൻ വേണ്ടിയല്ല വന്നത്. സ്തോത്രം. അപ്പോൾ ജീവനോടെ ഇരുന്നപ്പോൾ ആ 33 വർഷം കണ്ടതല്ലാതെ പിന്നെ യേശുവിനെ ആരും അന്നും ഇന്നും ദൈവത്തെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. കാരണം എന്താണ്? ദൈവം ആത്മാവാകുന്നു. ആ ആത്മാവാകുന്ന ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് അവനെ കാണാൻ വേണ്ടിയാണ്. സ്തോത്രം. അവനെ ഒന്ന് രുചിച്ച് അറിയാൻ വേണ്ടി. ആത്മാവിലാണ് അത് സംഭവിക്കുന്നത്. മാത്രമല്ല അത് ദൃശ്യമായി കാണാൻ വേണ്ടി എന്ത് ചെയ്തു? കർത്താവ് ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരും. നമുക്ക് ചില സാമ്പത്തിക വിഷയങ്ങൾ, വീടില്ലാത്തവന് വീട് കൊടുക്കും, രോഗസൗഖ്യമില്ലാത്തവന് രോഗികൾക്ക് സൗഖ്യം കൊടുക്കും. അങ്ങനെയൊക്കെ ചില കണ്ട് അനുഭവിക്കാൻ വേണ്ടി, അതായത് യേശുവാണ് ചെയ്ത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല യേശു മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്നട്ടോ. അതറിയാമല്ലോ, യേശു മാത്രമല്ല ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചേർന്ന് പിശാചും അത്ഭുതം, അടയാളം അന്നും ചെയ്തു, ഇന്നും ചെയ്യുന്നു. യേശുവിൻ്റെ കാലത്ത് പിശാച് ചെയ്തു. യേശുവിനോട് തന്നെ പിശാച് എന്ന് പറയാണ്, നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ ഈ കാണുന്നതെല്ലാം നിനക്ക് തരാമെന്ന്. അപ്പോൾ അതിലും വലിയ കാര്യമുണ്ടോ? ശിഷ്ടിതാവ് നമ്മുടെ ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ പിള്ളേർ വന്നിട്ട് പറയാം, പപ്പ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ, പപ്പ എന്നോട് പ്രാർത്ഥിച്ചാൽ, പപ്പ എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ ബംഗ്ലാവും വീടും ഒക്കെ തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന പോലെ പിശാച് യേശുവിനോട് നേരിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ അത്രയും മതി. ഇന്ന് അതുകൊണ്ട് അതാണ് സംഭവിക്കുന്നത്. പിശാചിനെ ആൾക്കാർ അറിയാതെ, പിശാചെന്ന് അറിയാതെ നമസ്കരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർക്ക് നന്മകൾ, ഈ ലോകത്തിലെ സകലവും അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് കോടീശ്വരന്മാരായി മനുഷ്യൻ തീർന്നത്. അതുകൊണ്ട് ഈ സേവകൾ, ഞങ്ങളവിടെ തൃശ്ശൂർ ആൽബ ഭാഗത്തൊക്കെ പറയും, സേവ, ചാത്തൻ സേവ ചെയ്യും, പിന്നെ മറ്റുള്ള സേവകൾ ചെയ്യും. സ്തോത്രം. അപ്പോൾ മനുഷ്യനെ തെറ്റിപ്പിച്ച് പിശാച് കൊണ്ടുപോകുന്ന അനുബന്ധം. ദൈവത്തിൽ നിന്ന് ആദ്യമേ തന്നെ പിശാച് ചെയ്യുന്ന കാര്യമാണ് എന്താണ്? ദൈവത്തോട് അനുസരണക്കേടും അവിശ്വാസം നിമിത്തം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി, ദൈവസ്നേഹത്തിൽ, നമ്മൾ പാടിയ പാട്ട്, ദൈവസ്നേഹത്തെ അകറ്റി. ഏത്? പാപം ചെയ്യിപ്പിച്ചു. അനുസരണക്കേട്, ഈ പാപം എന്ന് പറഞ്ഞാൽ പാപം എന്ന് പറയുന്നത് അനുസരണക്കേട് പാപം ആകുന്നു, അവിശ്വാസം പാപം ആകുന്നു. അപ്പോൾ ഹവ്വ അമ്മച്ചി അമ്മ കാണിച്ചെന്താ? ഒരു ആപ്പിൾ എന്നുള്ള ബൈബിൾ പറയുന്നത്. പക്ഷേ ഒരു ഫലം, ഒരു ആപ്പിൾ, നമ്മൾ പൊതുവേ എല്ലാവരും ആപ്പിൾ ആ ആപ്പിൾ പൊട്ടി വീണിട്ടാണ് ഐൻസ്റ്റൈന് ബുദ്ധി ഉണ്ടായത്. ആ ആപ്പിൾ കണ്ടിട്ടാണ് ആപ്പിളിൻ്റെ ഈ ലാപ്ടോപ്പും മൊബൈൽ ഫോണൊക്കെ ഇറക്കിയെന്നൊക്കെ തമാശയ്ക്ക് പറയുന്നു. പോട്ടെ. സ്വാതന്ത്ര്യം. അപ്പോൾ ആപ്പിൾ കണ്ടിട്ട് കാണിച്ച് ആ ആപ്പിൾ കണ്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അമ്മച്ചി വീട് കണ്ടില്ല, മക്കളെ കണ്ടില്ല, തലമുറ കണ്ടില്ല, സഭ കണ്ടില്ല, ഒന്നും അമ്മച്ചി കണ്ടില്ല. പിന്നെന്താ? അതിൻ്റെ ഭംഗി. പക്ഷെ അതിലിതെല്ലാം ഉണ്ടായിരുന്നു. ആ കണ്ട കാഴ്ച, ആ ആപ്പിളിൽ അമ്മച്ചിയെ പിശാചെന്ത് അതെല്ലാം കാണിച്ച് മോഹിപ്പിച്ചു. അമ്മച്ചി അതിൽ വീണു. ദൈവം പറഞ്ഞ് കഴിക്കാൻ പാടില്ല, ആകെ ഒരു കൽപ്പന, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഴിക്കാം, എവിടെ വേണമെങ്കിൽ ഓടാം, എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് മാത്രം ആകെ ഒരു കാര്യം പറഞ്ഞുള്ളൂ, അവിടെ അനുസരണക്കേട് കാണിച്ചു. ദൈവം എന്ത് ചെയ്തു? അപ്പം തന്നെ അടിച്ചു, താഴെ ഇട്ടു. ഒരു ദാക്ഷിണ്യം കാണിച്ചില്ല. അതിനു മുമ്പേ ലൂസിഫറായ പിശാചിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ചിന്തയിൽ എന്ത് പറയും? ഒരു കാര്യം മാത്രം ചിന്തയിൽ വന്നു, ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേളിൽ ഞാൻ എൻ്റെ സിംഹാസനം വെക്കുന്നു. അത്രയും. കാരണം അവനെ പറയുന്ന അവൻ മ്യൂസിക്, നമ്മുടെ പാട്ട്, നമ്മുടെ ലോകത്തിലെ പാട്ട്, നമ്മൾ ഇത്ര പാട്ട് പാടിയാൽ ദൈവത്തിന് വലിയ വിഷയമില്ല. സ്വതന്ത്രം. ഒരു പാട്ട് പാടണം, പക്ഷെ നമ്മൾ ദൈവത്തിന് സന്നി അതൊന്നുമില്ല. പിന്നെ തൻ്റെ മക്കൾ
പാടുന്നതുകൊണ്ടാണ് ദൈവത്തിന് സന്തോഷം. അല്ലാതെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കോടാനുകോടി ദൂതന്മാരുണ്ട്, അവർക്ക് അവിടെ അടുത്ത ലെവലിലെ ആൾക്കാർ കെരൂബുണ്ട്, പിന്നെ എൻ്റെ സാറാഫുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഭരിച്ചൊരു ദൂതനായിരുന്നു ആര്? പിശാച്. ലൂസിഫർ. അവൻ്റെ പറയുന്ന വചനം അല്ലെങ്കിൽ പറയുന്ന പണ്ഡിതന്മാർ ബൈബിൾ പഠിപ്പിക്കുന്ന ആൾക്കാർ പറയുന്ന അവൻ ഒരു ചിറകുണ്ടായിരുന്നു. ചിറകൊന്ന് വീശിയാൽ നമ്മൾ ഈ ലോകത്തിൽ കാണാത്ത കേൾക്കാത്ത ശബ്ദങ്ങൾ അവൻ ഉണ്ടാക്കുമായിരുന്നു. സംഗീതം വരുമായിരുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന ഒരു ആളെന്ന് പറഞ്ഞത് ദൈവമാണ് നമ്മൾ ഇന്ന് പ്രസാദിപ്പിക്കാൻ നോക്കുന്ന ദൈവം. അപ്പോൾ പാട്ടിലല്ല കർത്താവിന് ദൈവം സന്തോഷം, അവരെ വചനം അനുസരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം പാപികളുടെ വഴിയിലും അതുപോലെ പരിഹാസ ഇടുപ്പത്തിൽ. അപ്പോൾ എന്താണ് അത്? ദൈവം ഇഷ്ടപ്പെടുന്ന പ്രമാണം, തൻ്റെ പ്രമാണത്തിൽ. ഞങ്ങൾ ഇന്നലെ കുടുംബമായും ഇവിടെ വായിച്ച സംഗീതം 112 പറയുന്നല്ലോ, അതുപോലെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ പ്രമാണങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഇവിടെ പത്രോസ് പറയാണ്, അങ്ങനെ ഒരു ക്രിസ്തു, ആ ക്രിസ്തു എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. വായിച്ചോ, ഇനി വായിച്ചോ. 1 പത്രോസ് 2:21. നിങ്ങൾ അവിടെ കാഴ്ചയോടെ പിന്തുടരുവാൻ ഒരു മാതൃക തന്നു. യേശുക്രിസ്തു വെറുതെ ആവിയായി വന്ന് ആത്മാവായി വന്ന് നിങ്ങൾ ഇന്ന് കുറേ പ്രമാണം തന്ന് നിങ്ങൾക്ക് അനുസരിച്ചോന്നല്ല. പിന്നെന്താ? താൻ ഈ ലോകത്തിൽ വന്ന് കഷ്ടം അനുഭവിച്ച്, ആൻറ്റി പറഞ്ഞ വാക്യം പോലെ ഈ ലോകത്തിന് കഷ്ടമുണ്ട്. കാരണം സ്വർഗത്തിന് ഈ കഷ്ടമില്ല, സ്വർഗത്തിൽ കണ്ണുനീര് പോലും ഇല്ല. അല്ല, ഒന്നും കൂടെ കേട്ടി പറയട്ടെ, ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്, പക്ഷേ എങ്കിലും അതിന് അർത്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രാർത്ഥന പോലും ഇല്ല, ആകെയുള്ള ആരാധനയാണ്. പിന്നെ അവിടെ വേറെ പിന്നെ ജോലികളുണ്ട്, അത് ബൈബിൾ പറയുന്നില്ല, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, ഈ ഉള്ളത് തന്നെ നമുക്ക് പറ്റുന്നില്ല. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന പോലും സ്വർഗത്തിലില്ല. കാരണം എന്താണ്? നമ്മൾ സ്വർഗത്തിലാണ്. അവിടെ വേദന, ബൈബിൾ പറയുന്നത് കണ്ണുനീരില്ല, രോഗമില്ല, ദുഃഖമില്ല, മരണമില്ല, പിശാച് പോലും ഇല്ലാത്തടത്ത് പിന്നെ ഈ സംഭവങ്ങൾ ഇല്ലോണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഉള്ള കാലം ലഭിക്കുന്ന സമയമൊക്കെ പ്രാർത്ഥിച്ച് തീർത്തോളണം, ഉപവാസം എടുത്തുകൊണ്ട് തീർത്തോളണം. സ്തോത്രം. യേശു ക്രിസ്തുവാണ് ഏറ്റവും നല്ല ഉദാഹരണം. വേറെ മനുഷ്യനും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിലും യേശുവാണ് ഏറ്റവും നല്ല ഉദാഹരണം. അവനെ പിന്തുടരാൻ ഒരു പാത കാണിച്ചു. താൻ നടന്നുപോയ പാത ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പുതിയ നിയമത്തിലുണ്ട്, ചേർന്ന പഴയ നിയമം. അപ്പോൾ യേശു പറഞ്ഞു പ്രാർത്ഥിക്കണം എങ്ങനെയെന്ന് യേശു കാണിച്ചു തന്നു. യേശു അതുപോലെ പ്രാർത്ഥിച്ചു 33 പ്രാവശ്യം. യേശു ഉപവസിച്ചു. സ്തോത്രം. എന്നിട്ട് കർത്താവ് നമ്മോട് പറയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഉപവസിക്കുമ്പോൾ. സ്തോത്രം. അതുപോലെ കർത്താവായ യേശു മാറ്റി വെക്കേണ്ടതൊക്കെ മാറ്റി വെച്ചു. ലോകം അവനെ പഴിച്ചു. എന്നാൽ അവൻ അത്ഭുതം അടയാളം ചെയ്തിട്ടും യേശു പറയുന്നു, ലോകം എന്നെ പഴിക്കും. ഈ ലോകം എന്നെ പഴിച്ചുകൊണ്ട് നിങ്ങളെയും അത് പഴിക്കും. പക്ഷേ ആരൊക്കെ പഴിച്ചാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. മത്തായി സുവിശേഷം കർത്താവ് പറയാണ്, യേശു പറയാണ്, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ ഭർത്താവ് ഭാര്യ കൂടെ ഉണ്ടാവില്ല, അപ്പനോ അമ്മയോ ആരും കൂടെ ഉണ്ടാകത്തില്ല. പിന്നെ അവരുണ്ടാകുന്ന സമയമുണ്ട്. പക്ഷേ ലോക അവസാനത്തോളം നിൻ്റെ ദുഃഖത്തിൻ്റെ സമയത്തിന് അവസാനം വരെയും മരണത്തിൻ്റെ ആ അവസാന നിമിഷം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. വായിച്ചോ. മതി. സോറി. അവിടെ പത്രോസ് പറയുന്നത് അവൻ പാപം ചെയ്തിട്ടില്ല. യോഹന്നാൻ പറയുന്നത് അവൻ പാപം ഇല്ലാത്തവനായി ജനിച്ചു. പൗലോസ് പറയുന്നു അവൻ പാപം അറിഞ്ഞിട്ടില്ല. അപ്പം പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, സ്വന്തം പാപത്തിൽ ജനിക്കാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു, യാഗമായി തീർന്നു. എൻ്റെ ഭാര്യ പറഞ്ഞ ആ കാര്യത്തിൽ അതേ പറയുന്നു. പാസ്റ്റർ സൂചിപ്പിച്ചു, പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് അല്ല സകല ജാതികളും ചെയ്യുന്ന കാര്യമാണ് പാപപരിഹാരം. ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അവർക്ക് പാപപരിഹാരം എന്ന സംഭവം ഉണ്ട്. ഹിന്ദുക്കൾ ഇന്നും ചെയ്യുന്ന അവർ ഈ പശുക്കളെയും ആടുകളല്ല പശുവിനെയും അവർ അറുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഭാഗങ്ങളിൽ തീരെ കുറവാണ്. മടക്കി കോഴിയൊക്കെ അറുത്തിട്ടാണ് അവർ യാഗം കഴിക്കുന്നത്. അവർ ദൈവന്മാരെ പ്രസാദിക്കും. ദൈവം അങ്ങനെ യഹൂദന്മാർക്ക് പഴയ നിയമത്തിൽ യാഗം കൊടുത്തിരുന്നു. പക്ഷേ യാഗം ചെയ്യുന്ന എളുപ്പകാര്യമല്ല. അതിനുവേണ്ടി ആ ആടിനെ, ആ പശുവിനെ അത് ചില ദിവസങ്ങൾ മാറ്റി വെക്കണം, അത് നല്ല ഭക്ഷണം കൊടുക്കണം, എന്നിട്ട് അത് പുഷ്ടിയുള്ളതാക്കി വേണം അതിനെ യാത്ര ചെയ്ത് തൻ്റെ വീട്ടിൽ നിന്ന് അത് ആലയം വരെ, എന്നാൽ വലിയൊരു ആലയം പണിതായിരുന്നു, ആലയത്തിൽ പോയി അത് കുന്നും മല കയറി പോയിട്ട് വേണം യാഗം അർപ്പിക്കുവാൻ. യാഗം അർപ്പിക്കുന്ന മനുഷ്യൻ ഇതിനെ വെട്ടുമ്പോൾ അതിന് ചോര അവന് ശരീരത്തിലാകും. അപ്പോൾ വേറെ വസ്ത്രം കൊണ്ടുപോകണം. അപ്പോൾ ഈ മൃഗത്തെ മാത്രമല്ല തന്നോട് കൂടെ മറ്റുള്ള സാമഗ്രികളെല്ലാം കൊണ്ടുപോകണം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് യഹൂദന്മാർ ഈ യാഗം കഴിച്ചത്. പക്ഷേ യാഗം ചെയ്ത് പിന്നെ പരിചയമായി പോയി.
അത് എപ്പോഴും ഇടയ്ക്ക് പാസ്റ്റർമാർ പറയുന്നത്, ഞങ്ങൾ പറയാറുള്ളത്, നമ്മുടെ ആരാധന നമുക്ക് ഒരിക്കലും ഒരു പരിചയമായി തീരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം രാവിലെയും വൈകിട്ടും വചനം വായിക്കണം, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം. കാരണം ആത്മാവിന് പുതുക്കത്തിലാണ് ജീവിക്കേണ്ടത്. രാവിലെ വായിച്ച പോലെ ആ ലാഘവത്തോടെ വൈകിട്ട് വായിക്കാൻ പാടില്ല. കാരണം ഒരു ദിവസം മുഴുവൻ നടത്തിയ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പം അവർക്ക് യാഗങ്ങളെല്ലാം അത് പ്രയാസമായി ഒരു ആചാരമായി തീർന്നപ്പോൾ ദൈവഭയം വിട്ടുപോയി. അവർ വാഗോണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, വാഗോണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു, എല്ലാം എന്താ ക്രമമായിട്ട് ചെയ്യുന്നു. പക്ഷേ ഉള്ളിൽ ദൈവ ഭയമില്ല, ദൈവ സ്നേഹമില്ലാത്തവരായത്. കർത്താവ് പറഞ്ഞു, ഇനി അതെല്ലാം മതി, ഇനി എന്നിൽ വിശ്വസിച്ചാൽ മതി. സ്തോത്രം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് യാഗമായി തീരുകയാണ്. ആ യേശുവാണ് കാൽവരി ക്രൂശ്. നമ്മൾ പാടിയ പാട്ടുകളെല്ലാം അതേ കാൽവരി ക്രൂശിനെ കുറിച്ച് പറയുന്ന പാട്ടുകൾ. അവിടെ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. യേശുവിനെ അവയെ തുപ്പി, വചനം പറയാൻ പിന്നെ വായിപ്പിക്കാം, അത് അടിച്ചു, മാത്രമല്ല പരിഹസിച്ചു. ഓരോ കാലഘട്ടത്തിൽ നമുക്ക് അത്രയൊന്നും കഷ്ടം വന്നിട്ടില്ല. നമ്മുടെ കഷ്ടങ്ങൾ പണമില്ലാത്തതും അത് ജോലിയില്ലാത്തതും വിദ്യാഭ്യാസം. കുഞ്ഞുങ്ങൾ പറയുന്ന പാസ്റ്റർ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഈ പിള്ളേരല്ല സാധാരണ പിള്ളേർ പറയുന്നത്, പാസ്റ്റർ പ്രാർത്ഥിക്കണം, പരീക്ഷയാണ്, പരീക്ഷയുടെ ഭയമുണ്ട്, പേടിയുണ്ട്, അല്ലെങ്കിൽ പരീക്ഷ നന്നായി ഓർമ്മശക്തി വേണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ യേശു നേരിട്ടതല്ല. യേശു ജനിച്ച സമയം മുതൽ തന്നെ വിളിച്ചത് അതേ ഹല്ലേലൂയ ആകാത്ത പേരാണ്. മോശമായ രീതിയിലാണ് യേശുവിനെ കണ്ടതും അതേ ജനങ്ങൾ അത് യേശുവിനോട് ഇടപെട്ടതും. തൻ്റെ സ്വന്തം വീട്ടിലുണ്ടായ തൻ്റെ അനിയന്മാരും അതേ സഹോദരിമാർ പോലും അത് യേശുവിനെ കളിയാക്കിയാണ് അവർ വളർന്നത്. അപ്പം അങ്ങനെ ലോകത്തിൽ ഇപ്പോൾ യേശു നാം അനുഭവിക്കുന്ന ഓരോ കഷ്ടതയും യേശു നന്നായി അറിയാം. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? യേശു മരണത്തെ ജയിച്ച് ഇന്ന് ഇപ്പോഴും സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന് വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. പക്ഷപാതം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം ജീവനുള്ള ദൈവമാണ് യേശു. അതുകൊണ്ടാണ് യേശുവിനെ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ക്രിസ്തീയ കുടുംബങ്ങളിലാണ് ഞങ്ങൾ അത് വന്നത്. സ്തോത്രം. അപ്പോൾ ഞാൻ ദേവദാസും പാസ്റ്റർ നേരത്തെ ഓർപ്പിച്ച പോലെ പ്രശാന്ത് സഹോദരൻ ഹൈന്ദവ വിശ്വാസനായിരിക്കും വന്നത്. പക്ഷേ അതിലും വലിയ അന്ധവിശ്വാസങ്ങളാണ് ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത്. ഹിന്ദുക്കൾ പിന്നെ അറിയാതെ ചെയ്യുന്നു. ക്രിസ്ത്യാനികൾ, കത്തോലിക്കർ, യാക്കോബക്കാർ, CSIക്കാർ പോലും കുരിശ് വെച്ചുകൊണ്ട് ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊന്നും ദൈവം പറയാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ കുരിശ് പോലും വെക്കാത്ത, ഒരു ഫോട്ടോ പോലും വെക്കാത്ത. കാരണം ഈ കാലങ്ങൾ 2000 വർഷമായിട്ട് ആരും യേശുവിനെ കണ്ടിട്ടില്ല. യേശു ആരോടും വെളിപ്പെടുത്തിയില്ല. പിന്നെ വെളിപ്പെടുത്തിയത് തൻ്റെ വചനത്തിലാണ്, ബൈബിളിലാണ്. സ്തോത്രം. അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 3 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. യെരമ്യാവ് 10:3. യെരമ്യാവ് 10-ാം അധ്യായം 3-ാം വാക്യം. യഹോവ ഇപ്രകാരം, അത് 2 വായിച്ചോ, 3 വായിച്ചു. ജാതികളുടെ ചട്ടങ്ങൾ വിദ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും. കാരണം ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരം അറിയാലോ. ബിംബങ്ങൾ, അത് ക്രിസ്ത്യാനികളായിക്കോട്ടെ ഹിന്ദുക്കളായിട്ട് ഈ മരം എവിടെ നിന്ന് വന്ന് മരം പോയി വെട്ടണം. എവിടെ പോയി വെട്ടണം? കാട്ടിൽ പോയി. ബൈബിൾ പറയുകയാണ് കാട്ടിൽ പോയി വെട്ടണം. പിന്നെ ആശാരി കാച്ചിക്കൊണ്ട് ചെയ്ത പണി അത്രേ. പിന്നെ അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. ആണോ ശാന്ത? ആണോ? അല്ലേ? വെട്ടിക്കൊണ്ടുവന്നിട്ട് ആശാരി അതിന് ഷെയ്പ്പാക്കുന്നു. അത് ക്രിസ്തുവിനായാലും നമ്മൾ കാണുന്ന ക്രിസ്തുവിൻ്റെ ഓരോ പള്ളിയിൽ 10 മുഖം യേശുവിനെ വാർത്തിട്ടുണ്ടെങ്കിൽ 10-നും 10 മുഖമാണ്. കാരണം അവരുടെ സ്വന്തമായ ഒരു ദർശനത്തിലാണ് കാണുക. അവരും പറയും ഞങ്ങൾ യേശുവിനെ കണ്ടു, അല്ലെങ്കിൽ യേശു ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നു, മാതാവ് ഇറങ്ങി വന്നൊക്കെ പറയും. എല്ലാം ഭോഷ്ക, എല്ലാം കള്ളവാ. സ്തോത്രം. പക്ഷെ അവർക്ക് അറിയില്ല പിശാച് ഉപയോഗിക്കുന്ന കാര്യം. അപ്പോൾ പിശാച് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്താണ്? വനത്തിൽ പോയി കഷ്ടപ്പെട്ട് മല കയറണ്ടേ? മല കയറി പോയി വെട്ടിക്കൊണ്ടുവന്ന് പിന്നെ അത് ഷെയ്പ്പാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു? അതിനകത്ത് പൊന്നും വെള്ളിയും. അല്ല, ദൈവത്തിന് പൊന്നും വെള്ളി വേണം. കർത്താവിന് അത് ഇഷ്ടം പോലെയുള്ള, ദൈവത്തിന് അതൊന്നും വേണ്ട. സ്തോത്രം. കാരണം അവൻ സർവ്വശക്തനാണ്. പക്ഷേ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഉടുപ്പൊക്കെ ഈ കർത്താവിനെ പെയിൻ്റ് അടിക്കുന്നതും ഉടുപ്പ് ഉടിപ്പിക്കുന്നതും പിന്നെ സ്വർണ്ണമാലൊക്കെ ഇടിക്കുന്ന ആരാ? മനുഷ്യനാണ്. അപ്പോൾ വായിച്ചോ. അത് വിളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റിയും കൊണ്ട് ഉറപ്പിക്കുന്നു. ആണിയും ചുറ്റിയും കൊണ്ട്. ഇന്നത്തെ കാലത്ത് ആണിയും ചുറ്റിയില്ല, സിമെൻ്റ് ഇട്ട് ഉറപ്പിക്കുക. അല്ലാണ്ട് എന്താ മറിഞ്ഞു, കാറ്റടിച്ചാൽ മറിഞ്ഞു അല്ലേ? എത്ര വലുതാന്ന് പറഞ്ഞാൽ അത് ഉറപ്പിക്കാതെ നിൽക്കില്ല. ദൈവത്തിന് ഉറപ്പിക്കാൻ മനുഷ്യങ്ങളോട് പറ്റുമോ? ഇല്ല. കാരണം ദൈവമാണ് ഭൂമി ഉണ്ടാക്കിയത്. ഈ കാണുന്ന ആകാശം ഭൂമിയും ഇതിലെ നമുക്ക് കാണുന്ന വെള്ളങ്ങളും അല്ലെങ്കിൽ പർവ്വതങ്ങളെല്ലാം ദൈവം ഉണ്ടാക്കിയ ആ ദൈവത്തെ മനുഷ്യൻ്റെ ചിന്തയിൽ ചെറുതാക്കിയിട്ട് ദൈവത്തിന് ആണി അടിച്ച് ഉറപ്പിക്കുന്നു. വായിച്ചോ. വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെയാകുന്നു. വെള്ളരിത്തോട്ടത്തിലെ തൂണെന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും വെള്ളം കൂടുമ്പോഴത്തേക്ക് അത് മറിയും. അത്രേ ഉള്ളൂ. അതിന് ബലം
അത്രേ ഉള്ളൂ. വായിച്ചോ. അവ സംസാരിക്കുന്നില്ല. അത് ബൈബിൾ ഉടനീളം പറഞ്ഞിട്ടുണ്ട്. ഇവരൊന്നും ഈ കാണുന്ന യേശുവിനെ, അവിടെ കാണുന്ന യേശുവിനെ മറിയം ഒന്നും സംസാരിക്കണ്ടോ. യേശു മാതാവ്, യേശു മാതാവ്, ഇവിടെ ഒരു ഫോട്ടോണ്ട്. അതിപ്പോൾ ഉടമസ്ഥൻ്റെ എത്ര വിളിച്ചാലും പുള്ളി അവിടെ തല ചാച്ചും കണ്ണും കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുക. നമ്മളെന്നും പറഞ്ഞ പോലെ മറുപടി പറയുമോ? മനുഷ്യനാണെങ്കിലും മറുപടിയും തരും. ഇതിപ്പോൾ ഫോട്ടോയിലിരുന്ന് എന്ത് മറുപടി കിട്ടുന്നത്? അപ്പോൾ അവർക്ക് മൂക്കുണ്ടെങ്കിലും ശ്വാസമില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ കണ്ണുനീര് ഒഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ കണ്ണുനീരിന് പോലും അവർ ഫോട്ടോയിലുള്ള ബിംബം കാണുന്നു. സർവശക്തനായ ദൈവം കാണുന്നു. യേശു ആത്മാവിലാകുന്ന യേശു നമ്മൾ ഇന്നും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഇരിക്കുന്ന ഈ അവസ്ഥ കർത്താവ് പറയുന്നു. ഹൃദയം കർത്താവ് പറയുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ യേശു നന്നായി അറിയുന്നു. ഇത് നമ്മൾ അങ്ങോട്ട് പറയണം. അതേ ദേവന്മാരെ അല്ലെങ്കിൽ യേശുവെ ഞങ്ങളെ സഹായിക്കണമേ, അമ്മ ഞങ്ങളെ സഹായിക്കണം, നമ്മൾ അങ്ങോട്ട് പറയണം. അല്ല പറയേണ്ട ആവശ്യം, പറയേണ്ട സമയങ്ങളുണ്ട്. യേശുവിനോട് പറയേണ്ട സമയം, വായ തുറന്ന് പറയേണ്ട സമയം. അത് ആരാധന, സ്തുതി സ്തോത്രമാണ്. വായ തുറക്കേണ്ടത്. അല്ലാതെ നാം കരയുമ്പോൾ നമ്മളെ കണ്ണുനീരിന് ഒപ്പുന്ന ദൈവം, കണ്ണുനീരിനെ ആദരിക്കുന്ന, അറിയുന്ന ദൈവത്തെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. കാരണം ബൈബിൾ തന്നെ പറയുന്നു, പുതിയ നിയമത്തിൽ യേശു കണ്ണുനീർ വാർത്തു. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി കണ്ണുനീർ വാർത്തു. ഇവിടെ വായിച്ചോ. അത് ഇളകാതിരിക്കുന്ന അവ അതിനെ ആണി ചുറ്റുമോ ഉറപ്പിക്കുന്നു. അത് വെള്ളരിത്തോട്ടത്തിന്റെ ചൂട് പോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല. അവർക്ക് നടപ്പാൻ കഴിയാത്തത് കൊണ്ട് ചുമന്നു കൊണ്ടുപോകുക. ചുമന്നുകൊണ്ട് നമ്മൾ ഈ പ്രദക്ഷിണം ചെയ്യും അല്ലേ? പ്രദക്ഷിണം ഓരോ മാസത്തിലോ വർഷത്തിലൊക്കെ മാസം എടുത്തോണ്ട് എവിടെ തോളിച്ചോ അവർ നടക്കൂലല്ലോ. സ്വത്രം അവരെ ഒന്ന് അടിച്ചു ഉറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇനി എടുത്തു പോകുമ്പോഴത്തേക്ക് അത് പിന്നെ അതൊക്കെ നട്ടും പോട്ടൊക്കെ ഇട്ട് മാറ്റിയിട്ട് പിന്നെ തോളിൽ ചുമന്നുകൊണ്ട് പോകണം. സ്വത്രം പ്രൈസ് വായിച്ചോ. അവയെ ഭയപ്പെടരുത്. അവയെ ഭയപ്പെടരുത്. അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞാൽ പല ഓരോ വിഗ്രഹങ്ങൾ ദേവിമാരൊക്കെ കണ്ടാൽ നമുക്ക് ഭയപ്പെടും. പക്ഷേ മറുവശമുണ്ട്, നല്ല സുന്ദരിയായ ദേവിമാരും ഉണ്ട്, സുന്ദരികളായ ദേവിമാരുണ്ട്. സൗന്ദര്യത്തിൻ്റെയൊക്കെ പേരൊക്കെ ഞാൻ മറന്നിപ്പോട്ടെ, നമുക്ക് ആവശ്യമില്ല. സൗന്ദര്യമുള്ള ദേവിമാരുണ്ട്. പക്ഷേ എവിടെ തന്നെ ആയാലും അവർക്ക് ശക്തി ഇല്ല. അവൾക്കൂടി ശക്തി ആരെ അവർ ഉപയോഗിക്കുന്ന പിശാച് അവരെ ഉപയോഗിച്ച് ആ ബിംബത്തിൽ നിന്ന് ശക്തി ആവാഹിച്ച് അത് നമ്മളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആ പിശാച് എന്തിനു വേണ്ടി? ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ വേണ്ടി, നമ്മുടെ ദൃഷ്ടി കർത്താവിൽ നിന്ന് മാറ്റാൻ വേണ്ടി ആ പിശാച് അത് ചെയ്യുന്നു. വായിച്ചോ. അവർക്ക് ഒരു ദോഷവും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഗുണം ചെയ്യുവാൻ അവർക്ക് പ്രാപ്തി ഇല്ല. കാരണം അവിടെ ഇരുത്തുന്നതും അവിടെ പൊക്കുന്നതൊക്കെ ആരെയാ? മനുഷ്യനാ. സ്വത്രം. പക്ഷെ മനുഷ്യന് അത് അത്രത്തോളം എന്താ മനുഷ്യൻ്റെ ബുദ്ധി വലിയ നമ്മുടെ പ്രധാനമന്ത്രി പോലെയുള്ള ആൾക്കാർ പോലും എന്താണ് ആ മയക്കത്തിലാണ്. അവർക്ക് എന്താ മയക്കം വന്നിരിക്കുക. സ്വത്രം. അവർക്ക് സുബോധം വിട്ടുപോയി. പഠിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജ്ഞാനമുണ്ട്. പക്ഷെ എന്താ അവർ സുബോധം നഷ്ടപ്പെട്ടു പോയി. പിശാച് അത്ര ശക്തിയോടാണ് പ്രവർത്തിക്കുന്നത്. വായിച്ചോ. യഹോവയെ നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. അതെ, അവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഈ ആകാശം ഭൂമിയും നാം കാണാത്ത സ്വർഗാദി സ്വർഗവും എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. അത് ആ ദൈവത്തോടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. തൻ്റെ മക്കളാക്കി തീർക്കുന്ന അനുഭവം. എങ്ങനെ? അത് ഒന്ന് ആദ്യത്തെ പടിയാണ് നാം വീണ്ടും ജനിക്കുക, നാം രക്ഷിക്കപ്പെടുക. രണ്ടാമതാണ് സ്നാനപ്പെടുക. അത് യേശുവിനോട്, സഭയോടല്ല. ഈ ബൈബിൾ പറയുന്നത് ഒരു സഭയോട് ചേരാൻ വേണ്ടിയല്ല, ഒരു പാസ്റ്ററോടും ചേരാൻ വേണ്ടിയല്ല, പിന്നെയോ ഒരു യേശു ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടിയാണ് നമ്മൾ സ്നാനം ഏൽക്കുന്നത്. മാത്രമല്ല പിന്നെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കൊരു സഭ വേണം. നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ പാസ്റ്ററും ഒരു സഭ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ, മുന്നോട്ട് പോകാം. അത് യേശുവിൻ്റെ കൽപ്പനയാണ്. സ്വതം അവിടെ നിൽക്കട്ടെ. പ്രൈസ് ലോർഡ്. അങ്ങനെ ആകുമ്പോൾ പക്ഷേ നമുക്ക് വേണ്ടി ഞാൻ രണ്ടാമത്തെ ഭാഗം വരാൻ ആഗ്രഹിക്കുന്ന പ്രൈസ് ലോർഡ്. ഈ യേശു എങ്ങനെ? യേശുവിനെ കുറിച്ച് യേശു ജനിക്കുന്നതിൻ്റെ 600 വർഷം മുമ്പേ തന്നെ യേശുവിനെ കുറിച്ച് പ്രവചനം പറഞ്ഞു. എന്ത് പ്രവചനം? അവൻ ജീവിക്കാൻ പോകുന്ന രീതി, യേശു ക്രിസ്തു ജനിക്കാൻ പോകുന്ന രീതി, യേശു സഹിക്കാൻ പോകുന്ന കഷ്ടം. കാരണം അവനെ രക്ഷകൻ എന്നാണ് വിളിച്ചത്. പക്ഷേ ആ രക്ഷകൻ എന്ത് ചെയ്യുന്ന? തൻ്റെ ജനത്തിന് പാപം ഏറ്റെടുക്കാൻ വേണ്ടി ആ രക്ഷകൻ യാഗമായി തീർന്നു. ദൈവത്തിന് കുഞ്ഞാട്. സ്വത്രം. അവൻ അറക്കപ്പെട്ടു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അതെ, യൂദന്മാർക്ക് വേണ്ടിയും ശേഷം ഇപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിക്കുന്ന സകല ജാതികൾക്കും അതേ യേശു എന്ത് ചെയ്തു? അറക്കപ്പെട്ടു. സ്വത്രം. ആ അറക്കപ്പെടലിൽ ഒരു വ്യക്തമായ ഒരു പടം നമുക്കിവിടെ കാണാം. യശയാപ്രവചന പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ. യശയാവ് 53-ന്റെ 2 മുതൽ. യശയാവ് 53-ന്റെ 2-ാം വാക്യം മുതൽ. വരണ്ട നിലത്തു നിന്നാണ് അവൻ മുളച്ചു വന്നത്. 53-2. യേശുക്രിസ്തു എന്ന് പറയാൻ വരണ്ട നിലം. വരണ്ട നിലം ഉണങ്ങിയ
ഉണങ്ങിയ നിലത്താണ് ദൈവം യേശുവിനെ ഇട്ടത്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണമെന്ന് യേശു താൻ തന്നെ പറഞ്ഞു. വരണ്ട നിലത്ത് നിന്ന് അവൻ മുളച്ചു വന്നു. അപ്പോൾ വരണ്ട നിലമാണെങ്കിലും അതിൽ നിന്ന് മുളപ്പിക്കാൻ ദൈവത്തിനെ സാധിക്കുള്ളൂ. മനസ്സിലായോ? വരണ്ട നിലമാണെങ്കിലും ഉണങ്ങിയ നിലമാണെങ്കിലും അതിൽ നിന്ന് മുളപ്പിച്ച് വളർത്തുമാറാക്കുന്ന ദൈവത്തിന് അത് സാധിക്കുള്ളൂ. നമുക്കാണെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം ഒഴിക്കണം, നമ്മൾ കിളയ്ക്കണം, അതിന് വേണ്ടി ഫാക്ടം പോസ് ഇടണം. പക്ഷെ ഇതൊന്നുമില്ല. ദൈവത്തിന് ദൈവം അങ്ങനെ ചെയ്തിട്ടുള്ളൂ. വരണ്ട സ്ഥലത്ത് മാത്രമേ ദൈവം പ്രവർത്തിച്ചു. കാരണം ദൈവമാണ് വെളിപ്പെടുത്താൻ വേണ്ടി വരണ്ട സ്ഥലത്ത് നിന്ന് അവന് മുമ്പാകെ വളരും. വായിച്ചോ. ബൈബിൾ പറയുന്ന 7 ആണ്ടുകൾക്ക് മുമ്പേ ആത്മാവിൽ ദർശനം കൊടുത്തിട്ട് ഇതാണ് ദർശനം, വെളിപ്പാടൊക്കെ. എന്താണ്? യേശുവിനെ കാണുക എന്നുള്ളത്. മറ്റുള്ള കാര്യം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ചില കാര്യങ്ങളൊക്കെ കാണിച്ചതല്ലാതെ യഥാർത്ഥമായി യേശുവിനെ കാണുന്നതാണ് വെളിപ്പാട് ദർശനം. സ്വന്തം ഇവിടെ യേശയ്യാപ്രവാചകൻ അത് വെളിപ്പാട് കാണുമ്പോൾ താൻ സ്വന്തം തൻ്റെ ജീവിത കഷ്ടം അനുഭവിച്ചിട്ടാണ്. നല്ല വലിയൊരു വീട്ടിൽ ഒരു തറവാട്ടിൽ ജനിച്ച മനുഷ്യനെ ദൈവം താഴ്ത്തി ഈ ദർശനം കൊടുത്ത് ആ ദർശന നിമിത്തം താൻ വളരെ കഷ്ടം അനുഭവിച്ചു. മാത്രമല്ല വാളാൽ അറക്കപ്പെട്ടു. അവസാനം അവനെ കൊന്നുകളയാണ് ഈ ദർശനം കിട്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുനാമം നിമിത്തം നമുക്ക് കഷ്ടം വന്നാലും ആ കഷ്ടത്തിൽ യേശു നമ്മുടെ കൂടെ ഉണ്ട്. ആ പ്രവാചകൻ പറയാണ് അവന് രൂപഗുണം ഇല്ല, കോമളത്വം ഇല്ല. സ്വന്തം വായിച്ചോ. നമ്മുടെ ദൈവം ഈ യേശുവിനെ കണ്ട ആഗ്രഹിക്കുന്ന മുഖമൊന്നും അല്ല. സ്വന്തം മനുഷ്യനെ പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരും വികൃതമായ മുഖം ആരൊക്കെ ചിന്തിക്കാൻ എൻ്റെ മുഖം വികൃതമായി, ആരണ്ടൊക്കെ അല്ലെങ്കിൽ വേറെ ആരണ്ടൊക്കെ കത്തി കൊണ്ട് കുത്തിയാൽ വേണ്ട. ഞാൻ കഷ്ടം അനുഭവിച്ച് എനിക്ക് ഈ സ്കിന്നിൻ്റെ അലർജി വന്ന സമയത്ത് മുഖമൊക്കെ പൊട്ടിയളഞ്ഞ് പൊട്ടുമായിരുന്നു. ആ മുഖമൊക്കെ പോളിയോ രോഗം ബാധിച്ചവരുടെ അല്ലെങ്കിൽ കുഷ്ഠരോഗം ബാധിച്ച ആൾക്കാരൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് പല വിരൂപമായ മുഖങ്ങളാണ്. സ്വത്രം വചനം പറയുന്നത് യേശുവിന് മുഖം അങ്ങനെ പോലെയായിരുന്നു. ആരും കണ്ടാൽ ആഗ്രഹിക്കില്ല. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുഖം തിരിച്ചു കളയും. അങ്ങനെ ഒരു മുഖമായിരുന്നു യേശുവിന്. പക്ഷേ എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി പറയാൻ, നിങ്ങളുടെ പാപം, അതിൽ മനുഷ്യൻ്റെ പാപം വഹിക്കാൻ വേണ്ടി ഞാൻ വിരൂപനായി തീർന്നു. സ്തോത്രം. നമ്മളെ സൗന്ദര്യത്തോടെ നമ്മളെ സൃഷ്ടിച്ച ദൈവം അവൻ എന്ത് ചെയ്തു? അത് വിരൂപനായി തീർന്നു. വായിച്ചോ. വായിച്ചോ. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി രോഗം ശീലിച്ചു. യേശുവിനെ കുറിച്ച് പറയാണ്, അവൻ രോഗം ശീലിച്ചു. ശീലം വരണമെങ്കിൽ 2 ദിവസം, ഒരാഴ്ച, 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം, ചില വർഷങ്ങളല്ല. ഓരോ കാര്യത്തിന് വേണ്ടി ഒരു കാര്യം ശീലിക്കണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ ചിലർ ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുക്കും, ചിലർ ഒരു മാസം വേണം, ചിലർക്ക് 3 മാസം 6 മാസം സമയമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ശീലിക്കുന്ന അനുഭവം വ്യത്യാസമാണ്. ഇവിടെ ബൈബിൾ പറയാണ്, യേശു ജനിക്കുന്ന മുമ്പേ അവൻ രോഗം ശീലിച്ചനായിരിക്കുന്നു. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഇന്ന് ക്യാൻസർ രോഗമായാലും അതൊരു സാധാ പനിയായാലും യേശു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പണ്ടേ അത് അനുഭവിച്ചു. അതുകൊണ്ട് അതിൻ്റെ വേദന യേശു നന്നായി അറിയുന്നു. വായിച്ചോ. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. വേണ്ട, ഇനി 10-ാം വാക്യം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം. അവിടെ യഹോവ പറയുന്നത് പിതാവായ ദൈവത്തെയാണ്. പിതാവായ ദൈവത്തിന് ഇഷ്ടം എന്തിനു വേണ്ടി? പ്രശാന്തിനെയും സ്വന്തം മാളൂനെയും എന്നെയും എൻ്റെ ഭാര്യയും റനിയും സ്വത്രം അത് മീരാൻ്റെയും പാസ്റ്ററൊക്കെ വീണ്ടും ദൈവത്തിന് മക്കളാക്കി തീർത്ത് കർത്താവിന് യോഗ്യന്മാരാക്കി വിശുദ്ധന്മാരാക്കി തീർത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. നമ്മളത് നഷ്ടപ്പെട്ടവരായിരുന്നു. അത് പാപനിമിത്തം നമുക്ക് സ്വർഗ്ഗത്തിൽ നഷ്ടപ്പെട്ടു. പക്ഷേ യേശു സർവശക്തനായ ദൈവം, പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ, റോമാലേഖൻ പൗലോസ് പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ? എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു. എന്തിനു വേണ്ടി? കഷ്ടത്തിലേക്ക് ഏൽപ്പിച്ചു, നമ്മളെ വീണ്ടെടുക്കാൻ. അതാണ് ദൈവസ്നേഹത്തിന് ആഴം. ആ ദൈവസ്നേഹത്തിന് ആഴത്തെ ഓർത്ത് വേണം ഓരോ ദിവസം പ്രഭാതം എഴുന്നേൽക്കുമ്പോൾ നാം കർത്താവിനെ സ്തുതിക്കുവാനും അവനോട് അതെ പ്രാർത്ഥിക്കുവാനും. വായിച്ചോ. അവന് പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിന് കഷ്ടം വരുത്തി. മതി സ്തോത്രം. അപ്പോൾ കർത്താവിനെ ഈ കഷ്ടങ്ങൾ കൂടി പ്രയാസത്തിൽ കൂടി പിതാവാദയം കൊണ്ടുപോയോ അത് ഏക ഉദ്ദേശം സ്വദൈവമക്കളെ എന്തിനു വേണ്ടിയാ? നമ്മളെ അവൻ്റെ മക്കളാക്കി തീർക്കുവാൻ, അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാക്കി തീർക്കുവാൻ. അത് യേശു ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് യേശു ചെയ്യേണ്ട കാര്യം. പക്ഷേ എന്ത് ചെയ്തു? അത് ചെയ്യാതെ മാറ്റി വെച്ചിട്ട് തൻ്റെ മക്കളിൽ നിന്ന് ചിലരൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഈ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ചു. എന്തിന്? ഈ സുവിശേഷം അറിയിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളെ പ്രാർത്ഥനയെ സഹായിക്കാൻ
വേണ്ടിയൊക്കെ. എന്നാൽ സുവിശേഷം അറിയിക്കുന്ന കാര്യം എല്ലാവരെയും ചുമതല ആണ്. ആരൊക്കെ രക്ഷിക്കപ്പെട്ടോ അവർ അത് ചെയ്യേണ്ട കാര്യമാണ് സുവിശേഷം. എന്നാൽ എന്താ സുവിശേഷം? ഞാൻ യേശുവിനെ അറിഞ്ഞു, ഞാൻ യേശു എന്നെ രക്ഷിച്ചു, യേശു എന്നെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ ഏറ്റവും ഉപരിയായ കാര്യമാണ് യേശു എനിക്ക് വേണ്ടി നിത്യജീവൻ തന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് സുവിശേഷം. സുവിശേഷം വിശ്വസിക്കുക എന്നുള്ളത്. സുവിശേഷം പൂർണ്ണമായ മുഴുവൻ ബൈബിളാണ് സുവിശേഷം. അത് ഒത്തിരി പ്രമാണമുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ വായിച്ച ആ ഭാഗത്തിൽ പറയുന്ന പോലെ അവൻ്റെ പ്രമാണങ്ങൾ അത് ഭാരമുള്ളവേ അല്ല. കാരണം എന്താണ്? ദൈവ സ്നേഹത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്തതായി തോന്നും. അതിന് നല്ല ഉദാഹരണം അപ്പനും മക്കളും, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം. സ്വത്രം മക്കളോട് നമ്മൾ പറയും, മക്കളെ പോയി കടയിൽ സാധനം മേടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇന്ന് രാവിലെ പോളാം, ഇന്ന് രാവിലെ കഴിഞ്ഞ ആഴ്ച ഒന്നും എനിക്കറിയില്ല, ഇന്ന് രാവിലെ എല്ലാ ആഴ്ച അവർ തന്നെ ആയിരിക്കും. സ്വത്രം തൂത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അത്ര പല സഭകൾ അങ്ങനെയാണ്. പാസ്റ്റർമാർ മക്കളെ ഏൽപ്പിക്കും. അവർ അത് അനുസരിക്കുകയാണ്. പേടിച്ചിട്ടാണോ? ഞാൻ ചെയ്തില്ലെങ്കിൽ പപ്പ എന്നെ അടിക്കുന്നത് കൊണ്ടാണോ? അല്ല പപ്പ പറയാം നീ തൂത്ത് ഞാൻ 100 രൂപ തരാം. എന്നാൽ ചിലയിടത്തൊക്കെ പറയൂട്ടെ, ചിലയിടത്ത് 100 1-2 സ്ഥലത്തൊക്കെ പറയുള്ളൂ. സ്വത്രം പൊതുവെ അതിപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ പാസ്റ്റർമാർക്ക് പൈസ വന്നുകൊണ്ട് സ്വത്രം നിങ്ങൾക്കത് അറിയാമല്ലോ. എല്ലാവർക്കും ഞങ്ങൾക്കൊന്നും ഇല്ല കേട്ടോ, പൈസ ഒന്നുമില്ല. പൈസയുള്ള പാസ്റ്റർമാരുണ്ട്. അവർ മക്കളെ നിങ്ങളോട് ചെയ്യും, കാരണം അവൻ ചെയ്യൂല. അപ്പോൾ എന്താ അവരോട് ഞാൻ എനിക്ക് 100 രൂപ തരാണെങ്കിൽ നിന്ന് പെട്രോൾ അടിക്കാനുള്ള പൈസ തരാമെന്ന് പറഞ്ഞ് സ്വതന്ത്രം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്താണ് അനുസരിക്കുക? എന്താ ആ അപ്പനോട് പപ്പയോടും അമ്മയോടുള്ള സ്നേഹത്തിൽ സ്വതന്ത്രം എന്ന് പറയുന്ന ആ സ്നേഹം നമുക്ക് അത് തികഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ വർദ്ധിച്ചു വരുമ്പോൾ, പാസ്റ്റർ പറഞ്ഞാൽ കുഞ്ഞ് വളർച്ച പ്രാപിക്കണം. ഏത് കുഞ്ഞാണ് നമ്മൾ ആഗ്രഹിക്കില്ലേ? ഞങ്ങൾ ഇഷ്ടംപോലെ അങ്ങനെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. മാന്യമുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് ബുദ്ധിമാന്യം വന്നു. മറ്റ് വേറെ ഞങ്ങളുടെ ആലുവയിൽ തന്നെ തുരുത്തുന്ന സ്ഥലം ചുറ്റും വെള്ളമാണ്. അവിടെ പോയപ്പോൾ മുസ്ലിങ്ങളുടെ വീട്, അവിടെ രണ്ട് മൂന്ന് വീടുകൾ അങ്ങനെ മുസ്ലിങ്ങൾ കുഞ്ഞുങ്ങൾ ജനിച്ചത്. അവന് തല മാത്രം ഏകദേശം 10-15 വയസ്സായി. ഒരു 10 വർഷം മുമ്പത്തെ കാര്യം പറയാം. 15 വയസ്സുള്ള കുഞ്ഞിന് അവന് തല ഇത്രത്തോളം ഉണ്ട്, തല ഇത്രത്തോളം വലുതായി, വെള്ളം കെട്ടി നിറഞ്ഞിട്ട്. അത് പക്ഷേ ഉടനെ ശരീരഭാഗം ആകെ ഇത്രേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിൻ്റെ എങ്ങനെ അവസ്ഥ? പക്ഷെ അവർക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ കൊല്ലായിരുന്നു. 3 പേരെ മക്കളല്ലാതെ ഉണ്ട്. ഇത് ഇടയ്ക്കത്തവനാണ് സ്വതന്ത്രം. പക്ഷെ അതിനെ അവർ 20 വർഷത്തോളം, പിന്നെ ഇപ്പം എന്താണെന്ന് അറിയില്ല, 20 വർഷത്തോളം അവന് ആവശ്യമുള്ള എല്ലാ പരിചരണം കൊടുത്ത്, സ്നേഹം കൊടുത്ത്, അതുപോലെ മറ്റു മക്കളെയും അതേ മക്കളെ മൂത്തവരോട് പറയും സ്വത്ത് ഇത് നിന്നെ അനിയന, മറ്റ് കൊച്ചുകളോട് പറയും, അതിന് ചെറുതിലെ മക്കളോട് പറയും അത് ഇക്കയാണ്, മുസ്ലിങ്ങൾ ഇക്കയാണ്. അതുപോലെ ഞങ്ങൾ പോകുമ്പോഴൊക്കെ പിള്ളേർ വിളിക്കുക ഇക്ക, പേര് വിളിച്ച് ഇക്ക എന്ന് വിളിക്കും. എന്തൊക്കെ വേണമെങ്കിലും അവന് വേണ്ടി ആ സ്കൂളില്ലാത്ത സമയത്ത് പോയി വന്നതൊക്കെ അവന് ആവശ്യമുള്ള അത് മൂത്രം പോയാലും അതല്ലാതെ പോയാലും വിസർജനം പോയാലും അല്ല പാട്ട് വെക്കാൻ എല്ലാത്തിനും. കാരണം ഇവൻ മുഴുവൻ കിടപ്പാണ് 24 മണിക്കൂറും. ആഴ്ചയിൽ 7 ദിവസം 365 ദിവസം അവൻ കിടപ്പ, 20 വർഷമായിട്ട് കിടപ്പ. പക്ഷേ അവരെ ആ സ്നേഹം സ്വന്തം. അതുപോലെ ദൈവമക്കളെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് അങ്ങനെ ഒരു അവസ്ഥ. പ്രൈസ് നമ്മൾ പാപ നിമിത്തം നമ്മൾ അങ്ങനായി തീർന്നു, നമ്മളെ വിരൂപമായി തീർന്നു. ആ വിരൂപത കണ്ടിട്ടാണ് വചനം പറയുന്ന പോലെ അവൻ ചെളിയിലേക്ക്, നാം ചെളിയിലായിരുന്നു, തവിരാജ പറയാണ് ഞാൻ ചെളിയിലായിരുന്നു, പക്ഷേ ചെളിയിലേക്ക് കർത്താവ് തൻ്റെ കൈ നീട്ടി നമ്മൾ ഉദ്ധരിച്ചു. ഇതെന്ത് ചെയ്തു? ക്രിസ്തു എന്ന പാറയെ നമ്മളെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. വേറൊരു കല്ലും മണ്ണുമല്ല, പിന്നെന്താ ലോകത്തിലല്ല, ക്രിസ്തു എന്ന പാറയിൽ. ആ പാറ യുഗങ്ങളുടെ പാറ ഒരിക്കലും മാറിപ്പോകത്തില്ല, അത് ഇളകിപ്പോകത്തില്ല. മാത്രമല്ല ഓരോ ദിവസം നാമമേ നമുക്ക് പുതിയ പാട്ടാണ് തന്നത്. ഏതാ പുതിയ പാട്ട്? അന്യഭാഷയിലുള്ള പാട്ടുകൾ. സ്വത്രം ആ പാട്ട് എന്തിനാണ് പൗലോസിനെ പറയുന്നത്? അന്യഭാഷ സംസാരിക്കുന്നവൻ, അന്യഭാഷയിൽ പാടുന്നവൻ മനുഷ്യനോടേ അല്ല, മനുഷ്യനോട് പിന്നെ ദൈവത്തോട് അവൻ മർമ്മങ്ങൾ സംസാരിക്കുന്നു. സ്വത്രം അപ്പോൾ അത്രത്തോളം ഭാഗ്യം നമുക്ക് തന്നിരിക്കും. മാത്രമല്ല യേശു പറഞ്ഞു, അദ്ദേഹം ഞാൻ സ്വത്രം നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു, ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വേഗത്തിൽ വരും. ആ വീട്ടിൽ, ആ ഭവനത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും, എൻ്റെ ഭാര്യ വേറൊരു ഭവനത്തിലായിരിക്കും, പോളൊരു വീട്ടിൽ, സ്വന്തം ജോഷോ ഒരു വീട്ടിൽ, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വീടാണ്. നമ്മളവിടെ പോയാൽ കുടുംബമൊന്നുമില്ല സ്വത്രം, അവിടെ നമ്മൾ ഒറ്റയ്ക്കുക. പിന്നെന്താ നമ്മൾക്ക് സ്വന്തം യേശുവിനെ എന്നും കണ്ടുകൊണ്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ കഷ്ടതയില്ല, ദുഃഖമില്ല, രോഗമില്ല, മരണമില്ലാത്ത ഒരു രാജ്യത്തിലേക്കാണ് യേശു നമ്മൾ വിളിച്ചിരിക്കുന്നത്. യേശു മാത്രം യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ പോകുന്നു, പക്ഷേ ഞാൻ വേഗം വരും, ഞാൻ വേഗത്തിൽ തന്നെ വരും. അതിനു മുമ്പേ ഞാൻ വരുന്ന സമയം വരെ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, ബലപ്പെടുത്തുവാൻ ഞാൻ പരിശുദ്ധ ആത്മാവിനെ നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ സംഭവിച്ചു. ആ പരിശുദ്ധാത്മാവ് 2000 വർഷം മുമ്പേ ഈ ലോകത്ത് ഇറങ്ങിയത്. ആ ആത്മാവിൻ്റെ പ്രവൃത്തി ഇന്നും നടക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ആ ആത്മാവിനെ നമ്മൾ പാടിയ ഒരു പാട്ടിന് വെച്ചാൽ നിങ്ങളിങ്ങനെ കറക്റ്റ് ചെയ്യാൻ മറന്നുപോയി. ലോകത്തെ വെറുക്കുവാൻ. കാരണം ബൈബിൾ പറയുന്നു, ബൈബിൾ പറയുന്നു, യേശു താൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 യജമാന്മാരെ ഒരുപോലെ സേവിക്കാൻ സാധിക്കില്ല. സ്തോത്രം. 2 യജമാന്മാരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2 യജമാന്മാരെ സേവിക്കാൻ സാധിക്കും. ഒന്ന് ദൈവം, ഒന്ന് മാമോൻ, അല്ലെങ്കിൽ പിശാച്, അല്ലെങ്കിൽ പണം. സ്തോത്രം. അല്ലെങ്കിൽ 2 തോണിയിൽ നമുക്ക് കാല് വെക്കാൻ സാധിക്കില്ല. കുറച്ച് ദൂരം തോണി പോകും, പിന്നെ ആ 2 തോണി അത് മാറി പോകുമ്പോഴത്തേക്കാണ് നമ്മൾ വെള്ളത്തിലേക്ക് വീടും, ചിലപ്പോൾ ഉടല് കീറി പോവുകയും ചെയ്യും. സ്തോത്രം. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾക്ക് 2 അതേ ആൾക്കാരെ സേവിക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ എന്നെ
അല്ലെങ്കിൽ ലോകത്തെ. സ്വതം ലോകത്തെ അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രു ആകുമെന്നാണ് ബൈബിൾ പറയുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ അല്ലെങ്കിൽ അതൊന്നൊക്കെ നമ്മളെ അത് വിടുവിക്കാം ഒറ്റ ദിവസം കൊണ്ട് സാധിക്കും. ആർക്കും ഒറ്റ ദിവസം കൊണ്ട് സാധിക്കില്ല. യേശു അത് ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. കാരണം യേശു അറിയാം നമ്മൾ മനുഷ്യരാണ്. പക്ഷേ ഓരോ ദിവസം അതുകൊണ്ട് പറയുന്നത് രാവിലും വൈകിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥിക്കും. മാത്രമല്ല ഒന്നും കൂടെ പൗലോസ് പറയുന്ന 1 തെസ്സലോനിക്കർ 5:20 വാക്യം പറയുകയാണ്, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇടവിടാതെ എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. സ്തോത്രം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഇപ്പോൾ പ്രശാന്ത് എനിക്ക് ഒരു 100 രൂപ തരാണ്, ഞാൻ എന്ത് പറയും? ഞാൻ നന്ദി പറയും അല്ലേ? അല്ലെങ്കിൽ ഞാൻ നന്ദി പറയാതെ പോയാലോ? പ്രശാന്ത് ചിലപ്പോൾ പറയില്ലായിരിക്കും, പറയും എന്ത് ഭാഷ, അല്ലെങ്കിൽ അതെന്ത് മനുഷ്യനാ. ഞാൻ പറയും കേട്ടോ, ഞാൻ 100 രൂപ തന്നിട്ട് ഒന്നും മിണ്ടാതെ പോയാൽ ഞാൻ പറയും ഇതെന്ത് മനുഷ്യനാണ്, ഞാൻ 100 രൂപ കൊടുത്തിട്ടും ഒരു വാക്ക് നന്ദി പോലും പറഞ്ഞില്ല നന്ദി എന്ന് പറയും. അത് മനുഷ്യനാണ്. അത് ദൈവം പറഞ്ഞ കാര്യം. ഒരു രൂപ കിട്ടിയാൽ നമ്മൾ നന്ദി പറയണം. സ്തോത്രം. അപ്പോൾ കർത്താവ് നമുക്ക് എത്രയോ ഈ ആയുസ് തന്നിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ നിമിഷം നമ്മൾ പൊതുവേ നിങ്ങൾ പാസ്റ്റർമാർ പറയുന്ന കാര്യം, ആശുപത്രിയിൽ പോയാൽ ഓക്സിജൻ ലഭിക്കാൻ വേണ്ടി ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി കൊടുക്കണം 1000-2000 രൂപ. ഓക്സിജൻ സിലിണ്ടറിനെ കിട്ടാൻ വേണ്ടി കൃത്രിമമായ മനുഷ്യനുണ്ടാക്കുന്ന ഓക്സിജന് ലഭിക്കും. ആ സിലിണ്ടറിന് 2000 രൂപ കൊടുക്കണം. സോ അതുപോലെ നമുക്ക് ഫ്രീ ആയി നമ്മൾ ശ്വാസം കൊടുക്കുന്നു. എന്തൊക്കെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട്, പക്ഷേ അതൊന്നും നമ്മളെ നമ്മളെ അത് പറ്റാതെ നമുക്ക് ഭാരമായി തീരാതെ രോഗാവസ്ഥയിൽ നിന്ന് യേശു നമ്മളെ ആരോഗ്യത്തോടെ ഇന്ന് പകലും ഇരുത്തിരിക്കാൻ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നന്ദി പറയണം. അപ്പോൾ ഇടപെടാതെ എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സ്തോത്രം ചെയ്യാൻ, ജിമ്മിൽ പോകുമ്പോൾ സ്തോത്രം ചെയ്യാൻ. അത് മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പ്രാർത്ഥിക്കണം. യേശു വലിയ പ്രാർത്ഥന ഒറ്റ വാക്ക്, കർത്താവേ യേശുവെ എന്നെ സഹായിക്കണം, എൻ്റെ ഭാര്യയെ സഹായിക്കണം, ഞങ്ങളെ സഹായിക്കണം, അവിടെ നല്ല കാര്യങ്ങളിൽ നിന്ന് അവിടെ നടക്കണം. സഹിപ്പാൻ എന്തെങ്കിലും ദോഷം വന്നാൽ അത് സഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം, ബുദ്ധി ഞങ്ങൾക്ക് നൽകണം. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതുപോലെ വണ്ടി ഓരോ തവണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത് വേണം അത് ചെയ്യുവാൻ. ഭക്ഷണം കഴിക്കുമ്പോൾ കർത്താവ് യേശുവെ അനേക കുഞ്ഞുങ്ങൾ ഭക്ഷണം ഇല്ലാതെ ജീവിക്കുമ്പോൾ, അനേക കുഞ്ഞുങ്ങൾ വലിയ ആൾക്കാരുടെ കാര്യമില്ല, അത് വേറെ, അനേക കുഞ്ഞുങ്ങൾ പോലും നേരത്തെ പാസ്വാനെ സോമാലിയ പോകേണ്ട. നമ്മൾ ഈ കേരളത്തിൽ തന്നെ എത്രയോ ഈ വെള്ളപ്പൊക്കം നിമിത്തം ക്യാമ്പിലൊക്കെ താമസിക്കുന്ന, അല്ലാതെ അപ്പനമ്മ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ ഈ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. സ്വതന്ത്രം ഈ കോട്ടയം ജില്ലയിലുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വെള്ളം 2 ആഴ്ച മുമ്പേ കയറിയത്. സ്വതന്ത്രം അവരെത്രയോ കുഞ്ഞുങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. വേണ്ട, ഒരു നേരത്തെ ഭക്ഷണം പോലും നല്ല മനസ്സോടെ കഴിക്കാൻ പറ്റാതെ, കാരണം അപ്പനമ്മ മരിച്ചു പോയെന്ന് അറിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുമോ കൊച്ചിന്? പ്രൈസ്. സൊമാലിയയിലെ പാസ് പറഞ്ഞാൽ ശരി, അത് ഭക്ഷണം ഇല്ലാത്ത, ഇത് ഭക്ഷണം മുമ്പിലുണ്ട്, പക്ഷെ അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ, അവരുടെ മനോവ്യത. സ്തോത്രം. ഇതൊന്നും ഇല്ലാതെ കർത്താവ് നമുക്ക് ഇത്രത്തോളം ആശ്വാസം തന്നല്ലോ. അത് അവൻ്റെ അടുക്കൽ വരുമ്പോൾ കഷ്ടങ്ങളില്ലെന്നല്ല, കഷ്ടം വന്നാലും യേശു നമുക്ക് ആശ്വാസപ്രദനായി സമാധാനദായകനായി അത് നമ്മുടെ ഹൃദയത്തിൽ ആ സമാധാനം നൽകിക്കൊണ്ട് നമ്മുടെ കഷ്ടത്തിലും ആ പ്രയാസത്തിലും അതേ ഭക്ഷണം കഴിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനും, നമ്മുടെ ദിനം ജോലികാര്യം ചെയ്യുവാൻ ഉള്ള ആവശ്യമുള്ള കൃപ യേശു നമുക്ക് തരും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിന് ആത്മാവ് നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതേ സ്തോത്രം. കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദുഷ്ടൻ്റെ നീതിമാൻ്റെ വഴിയെ അറിയുന്ന സംഗീതത്തിന് അവസാനമായി നീതിമാൻ്റെ വഴിയെ അറിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഒരു യേശു ക്രിസ്തു. മാത്രമല്ല ദുഷ്ടൻ്റെ വഴി അത് നാശത്തിലേക്ക് പോകുമ്പോൾ അത് നമ്മളെ നേരായ പാതയെ നടത്തുന്ന യേശുവിൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ആ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് അത് സ്കൂളിലായ ആത്മീയ നന്മകൾ അനുഭവിച്ച് മുന്നേറുവാൻ പ്രത്യേകമായ സ്തോത്രം പുതിയ കുടുംബമായ പ്രശാന്തി മാളിയും കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഈ വചനം കൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ് നിർത്തിച്ച അതേ ഹല്ലേലൂയ ആ വാക്യങ്ങൾ, അതേ ക്രിസ്തു യേശു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ ആ മാതൃക പിന്തുടരാൻ വേണ്ടിയാണ് കർത്താവ് അത് ചെയ്തത്. അത് ചെയ്യുവാൻ ജയോത്സവമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നിങ്ങളെ കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം നൽകിയത് യേശുദാസനും നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ, കർത്താവ് ചെയ്ത യാഗമരണത്തെ, അതിനുവേണ്ടി കർത്താവ് കൊടുത്ത വില രൂപഗുണമില്ലാത്തവനായി, എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവനായി, എല്ലാവരാലും തടയപ്പെട്ടവനായി, എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി തീർന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ് കേൾക്കാൻ കേൾക്കുന്നത്. അതേസമയം തന്നെ ലോകത്തിലുള്ളവർ ദൈവത്തെ ആരാധിക്കുന്ന രീതി പറഞ്ഞു വിഗ്രഹങ്ങൾ മരം കൊണ്ടുവന്ന് രൂപം മണ്ണില് അതിനെ വെള്ളി കൊണ്ട് പൊന്നോടൊക്കെ പൊതിഞ്ഞ് ആണിയടിച്ച് നിർത്തുക. അതിന് ചെവിയുണ്ട്, കേൾക്കത്തില്ല, വായുണ്ട്, സംസാരിക്കത്തില്ല. എന്നാൽ എവിടെയെങ്കിലൊക്കെ പോകണം നോക്കിയാൽ അതിനെ ആണി അടിച്ച് ചുമന്നുകൊണ്ട് നടക്കേണ്ട അവസ്ഥ. അങ്ങനെയുള്ള വ്യക്തമായ പാരമ്പര്യത്തിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. യേശുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു.
യേശുവിന്റെ സ്നേഹം എത്രയോ വലുത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ലോകത്തില് സാത്താൻ പണവും പ്രതാപമൊക്കെ കൊടുത്ത് അവരെ സമ്പന്നരാക്കുന്നു. യേശുവിൽ നിന്ന് ലഭിക്കുന്ന നിത്യത, സ്തോത്രം. യേശുവിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം, നന്ദി. യേശുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം ഹല്ലേലൂയ. അതനുഭവിക്കാൻ നമുക്ക് ഇടയായിത്തീർന്നല്ലോ. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ദാസനെ ഉപയോഗിച്ചല്ലോ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 ഒന്ന് കർത്താവിന്റെ കയ്യിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഇന്ന് ലഭിച്ച ബലത്തോടെ പോകാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കണം. ഞങ്ങൾ ഇന്ന് കേട്ട ആലോചന പ്രകാരം യേശുവിനെ സ്നേഹിക്കുന്നവരായി, വചനം ആർത്തിയോടെ വായിച്ച് ഭക്ഷിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായി, ലോകത്തിലുള്ള കഷ്ടതയെ ജയിച്ച, ലോകത്തെ ജയിച്ച യേശുവിനെ അനുഗമിക്കുക. നമ്മെ തന്നെ ഏൽപ്പിച്ചു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു. ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മക്കായി സ്തോത്രം. ഞങ്ങളുടെ വചന ശുശ്രൂഷ ഞങ്ങളുടെ വൃത്തിയെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. സാക്ഷ്യത്തിലൂടെ പ്രബോധിപ്പിക്കുവാനുള്ള ആശുപത്രി കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. സാക്ഷ്യം പറയാൻ നമ്മുടെ മക്കളെ എല്ലാവരെയും കർത്താവ് പാടി ആരാധിക്കാൻ കൃപയായി ഞങ്ങൾക്ക് തരുന്ന സന്തോഷത്തിനും സമാധാനത്തിനും, ഞങ്ങൾക്ക് തരുന്ന ആരോഗ്യത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തരുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് തരുന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് തരുന്ന മാനസിക സന്തോഷത്തിനായി കർത്താവേ, നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരും ഏൽപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിയാത്തവരുടെ സാന്നിധ്യം കൂടി അടുത്ത ഞായറാഴ്ച കടന്നു ദൈവത്തെ ആരാധിക്കാൻ അപൂർണമായി